ഇത് മാസ് മോട്ടോഴ്സിൽ നിന്നാണ്. ഹീറോ ഹോണ്ട പാഷൻ പ്ലസ് വണ്ടിക്ക് സ്റ്റാർട്ടിങ് കംപ്ലയിൻറ്റ്, അതേപോലെ തന്നെ സ്റ്റാർട്ടിങ് കംപ്ലയിൻറ്റ് മീൻസ് അതിന് വണ്ടി സ്റ്റാർട്ടാകുമ്പോൾ തന്നെ അത്യാവശ്യം നല്ല രീതിയിൽ പുകയുടെ പ്രസൻസ് കാണുന്നുണ്ട്. അപ്പോൾ അതും പ്രകാരം നമ്മൾ അതിൻ്റെ സിലിണ്ടർ ഹെഡിൻ്റെ ഭാഗം നമ്മൾ ചെക്ക് ചെയ്യാൻ വേണ്ടി അയച്ചാണ്. സിലിണ്ടറിനകത്തേക്ക് നോക്കുമ്പോൾ സിലിണ്ടറിൻ്റെ ബോറൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ സ്ക്രാച്ച് ആയിട്ടുണ്ട്. കൂടുതലായിട്ട് പിസ്റ്റൺ പിടിച്ചേക്കണ കണ്ടീഷനൊന്നുമല്ല, പക്ഷേ സ്ക്രാച്ചസ് ഉണ്ട് അത്യാവശ്യം. അതായത് നമുക്ക് പിസ്റ്റണിൽ നോക്കുമ്പോഴും കാണാനായിട്ട് സാധിക്കും. ഈ സൈഡ് തേമാനം കൂടുതലാണ്. അപ്പോൾ നമുക്ക് ശരിക്കും വണ്ടി അത്യാവശ്യം ഒരുവിധം പഴക്കം വന്നിട്ടുണ്ടല്ലോ. കണക്ടർ റോഡിനും ചെറിയൊരു പ്ലേയുടെ കാണിക്കുന്നുണ്ട്. അതായത് ക്രാങ്കിൻ്റെ കണക്ടർ റോഡാണത്. കണക്ടർ റോഡും വേണം നമ്മൾ പിസ്റ്റൺ കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യുക. അത് നമ്മൾ ഇവിടെ ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ നമുക്കത് മനസ്സിലാവും. ഇവിടെ എൻ്റെ കണക്ടർ റോഡിൻ്റെ ഇവിടെ പ്ലേ കാണിക്കുന്നുണ്ട്. കണ്ടോ, അത്രയും പ്ലേ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ഒന്നുപോലെ നമ്മളത് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഫുള്ളായിട്ട് എൻജിൻ വർക്കായിട്ട് ചെയ്യണം. അതായത് ഫുള്ളായിട്ട് അഴിച്ച് എൻജിന് ക്രാങ്ക് അടക്കം സെറ്റ് ചെയ്ത് റീസെറ്റ് ചെയ്യണം. അപ്പോൾ എന്താ ഗുണമെന്ന് വെച്ചാൽ നമുക്കൊരു 1 ഇയർ വാറണ്ടി കിട്ടും. തന്നെയല്ല, പിന്നീട് അങ്ങനെ ഒരു കംപ്ലയിൻറ്റ് വരില്ല എന്ന് നമുക്ക് കോൺഫിഡൻസോടുകൂടി പറയാൻ പറ്റും. ഇനി നേരെ മറിച്ച് അതല്ലെങ്കിൽ പിന്നെ നമ്മൾ ചെയ്യാന്ന് പറഞ്ഞാൽ സിലിണ്ടർ, നമുക്കിപ്പോൾ ഈ പുകയുടെ പ്രശ്നം സോൾവ് ചെയ്യാനായിട്ട് സിലിണ്ടർ പിസ്റ്റൺ മാത്രം, സിലിണ്ടർ മാറ്റണ്ട, പിസ്റ്റൺ മാറ്റിയിട്ട് നമുക്ക് സിലിണ്ടർ ബോർ ചെയ്ത് യൂസ് ചെയ്യാം. അതേപോലെ വാൽവൊക്കെ ഒന്ന് സീറ്റ് ചെയ്ത് കയറ്റാം. അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പുകയുടെ പ്രശ്നം, ഇപ്പോൾ കാണിക്കുന്ന ആ പുകയുടെ കംപ്ലയിൻറ്റ് മാറും. പക്ഷേ ഈ ക്രാങ്കിൻ്റെ ഈ കണക്ടർ റോഡിൻ്റെ പ്ലേ ഉള്ളത് കൊണ്ട് ഈ ക്രാങ്ക് ഷാഫ്റ്റ് എപ്പോൾ കംപ്ലയിൻറ്റ് വരുന്നു അപ്പോൾ നമ്മൾ ഈ ചെയ്യുന്നതൊക്കെ വേസ്റ്റ് ആവും. കാരണം എന്താ വെച്ചാൽ ഈ കണക്ടർ റോഡുമ്മയാണ് പിസ്റ്റൺ പിടിപ്പിക്കണമല്ലോ. അപ്പോൾ ഇത് എപ്പോൾ കംപ്ലയിൻറ്റ് വരുന്നു അപ്പോൾ തന്നെ ആ പ്ലേ കാണിക്കുമ്പോൾ തന്നെ സിലിണ്ടറിനകത്ത് സ്ക്രാച്ച് വന്നിട്ട് ഡാമേജിലേക്ക് പോകാനായിട്ടുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ അഫോർഡബിളാണ്, പറ്റുമെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ക്രാങ്ക് അടക്കം അഴിച്ച് സെറ്റ് ചെയ്തിട്ട് ഗ്യാരണ്ടിയിൽ ചെയ്ത് പോകണമായിരിക്കും കുറേ കൂടി ബെറ്റർ. നമ്മളിവിടെ നോക്കുമ്പോൾ ഇത് എത്രയും പ്ലേ കാണിക്കുന്നുണ്ട്. ഇത്രയും പ്ലേ ഉള്ള ഐറ്റത്തിനകത്തേക്ക് നമ്മൾ ബാക്കിത്തെ നമ്മൾ പിടിപ്പിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 100% ചിലപ്പോൾ അത് സക്സസ് ആയിന്ന് വരില്ല. കംപ്ലയിൻറ്റ്സ് വരാനുള്ള ഒരു സാധ്യത കൂടുതലാണ്. അപ്പോൾ ഞാൻ അതിൻ്റെ ഡീറ്റെയിൽസ് ഒന്ന് അയച്ചു തരാം. നമുക്ക് അപ്രോക്സിമേറ്റ് നമുക്ക് ശരിക്കും എൻജിൻ അഴിച്ചാലാണ് കൃത്യമായിട്ട് നമുക്ക് അതിന് എത്ര ചിലവ് വരും എന്നൊക്കെ പറയാൻ പറ്റുള്ളൂ. എന്നാലും ഏകദേശം ഒരു എസ്റ്റിമേറ്റ് നോക്കിയിട്ട് നമുക്ക് അതിൻ്റെ ഡീറ്റെയിൽസ് ഒന്ന് ഞാൻ ഇടാം. അപ്പോൾ പറ്റുമെന്നുണ്ടെങ്കിൽ ആ രീതിയിൽ ചെയ്യാം. അതല്ലെങ്കിൽ നമുക്ക് ഈ പറഞ്ഞ രീതികളെ ബോർ ചെയ്തിട്ട് തൽക്കാലമുള്ള ഈ കംപ്ലയിൻറ്റ് നമുക്ക് സോൾവ് ചെയ്തിടാം. പിന്നെ എന്തായാലും ഇപ്പോൾ എങ്ങനെ ചെയ്താലും നമുക്ക് ആ കൂട്ടത്തിയുടെ കാർബറേറ്ററൊക്കെ ഒന്ന് അഴിച്ച് ക്ലീൻ ചെയ്യണം. അതേപോലെ തന്നെ എയർ ഫിൽറ്റർ നമുക്ക് ചേഞ്ച് ചെയ്യണം. സൈലൻസിനകത്ത് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ കാര്യങ്ങളുണ്ട് അതിൻ്റെ. അപ്പോൾ അതും ഒന്ന് ക്ലീൻ ചെയ്യേണ്ടതായിട്ടുണ്ട്. പിന്നെ അത് കൂടാതെ കൊണ്ട് നമുക്ക് അതിൻ്റെ ഇൻഡിക്കേറ്റർ ജനറൽ സർവീസായിട്ട് പറഞ്ഞിട്ടുണ്ട്. എഞ്ചിൻ ഓയിൽ മാറണം, ജനറൽ സർവീസായിട്ടൊക്കെയാണ് പറഞ്ഞത്. അപ്പോൾ അതും പ്രകാരമുള്ള വർക്കുകളും കൂടി വരും. അപ്പോൾ ഞാൻ അതിൻ്റെ ഡീറ്റെയിൽസ് ഒന്ന് വാട്സപ്പിലേക്ക് ഇടാം. അപ്പോൾ നോക്കിയിട്ട് അതനുസരിച്ചൊന്ന് റിപ്ലൈ ഇടാം. അതനുസരിച്ചിട്ട് വേണം നമുക്ക് വർക്ക് എങ്ങനെ ഏത് രീതിയിലാണ് ചെയ്യേണ്ടതെന്നുള്ള ദിവസം ഒന്ന് ഡിസൈഡ് ചെയ്യാനായിട്ട് കേട്ടോ. അപ്പോൾ നോക്കിയിട്ടൊന്ന് റിപ്ലൈ ഇടണം കേട്ടോ.